ശ്രീ എം കെ ഹരിദാസ്, ഒരാളുടെ തൊഴിലിടമാണ്, പക്ഷേ അവിടെ ആര് ജോലി ചെയ്യണം, എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് അതിന് പിന്നിലെന്ന് തീരുമാനിക്കുന്നത് ഒരു സംഘത്തിന്റെ കൈകളിലേക്കാണ്. അവർ അനുവദിച്ചാൽ മാത്രമേ ആ തൊഴിലിലേക്ക് കടക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അമ്മ സംഘടന ഈ രാജി കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം കൂടി പറയുകയുണ്ടായി. അങ്ങേയറ്റം സാമൂഹിക പ്രതിബദ്ധത വച്ചു പുലർത്തുന്ന സംഘടനയാണ്, ഞങ്ങൾ അവശ്യ കലാകാരന്മാരെയൊക്കെ എല്ലാ മാസവും പെൻഷൻ നൽകി സഹായിക്കുന്നുണ്ട്, ആ തുടർ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമെന്ന്. പക്ഷേ അത്രയധികം സാമൂഹിക പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടി അവർ നേരത്തെ തന്നെ മനസ്സിലാക്കേണ്ടതും ഇത് ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത തുടർന്നും നിലനിർത്തേണ്ടതുമായിരുന്നില്ലേ? തുടർന്ന് നിലനിർത്തുക എന്നുള്ളത് വരാൻ പോകുന്ന പ്രശ്നമാണ്. പക്ഷെ ഇങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ജാഗരൂകരാവേണ്ടത് ഈ അമ്മ സംഘടന തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പം ഈ പുറത്തു വരുന്ന കാര്യങ്ങളിലൂടെ നമുക്കൊക്കെ മനസ്സിലാവില്ലേ. അതായത് കുറച്ച് സ്ത്രീകൾ ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല സിനിമാ ലോകത്ത് നിന്ന് പറഞ്ഞിട്ട് വിലപിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി. അവരുടെ വിലാപത്തെ അങ്ങേയറ്റം അവഹേളിച്ച് അത് കണ്ടില്ലെന്ന് നടിച്ചപ്പോഴാണ് WCC എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകൃതമായത്. എന്നിട്ടും അവരെ പരമാവധി ഒതുക്കാൻ ശ്രമിച്ച ഒരു സംഘടനയാണ് ഈ അമ്മ എന്ന് പറയുന്നത്. അങ്ങേയറ്റം അപലപനീയമായ കാര്യമായി പോയി. ഇത് നമ്മുടെ കേരളത്തിൽ സംഭവിക്കേണ്ട ഒരു സംഭവം അല്ല. അത് പണാധിപത്യത്തിൻ്റെ അഹങ്കാരം ഈ പാവപ്പെട്ടവരുടെ മേലല്ല ഈ അമ്മ സംഘടന കാണിക്കേണ്ടിയിരുന്നത്. അത് മറ്റൊരു വിഭാഗത്തിൻ്റെ മേൽ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കാമായിരുന്നു. പക്ഷേ ഈ അശരണരായിട്ടുള്ള സ്ത്രീകൾക്ക് നേരെ ഇത്തരത്തിലുള്ള പലവിധ ചൂഷണങ്ങൾ നടക്കുന്ന സിനിമാ മേഖലയിൽ അതിനെതിരെ എന്താണ് ഈ അമ്മ സംഘടന ചെയ്തത്? അമ്മ സംഘടനയുടെ മീറ്റിങ്ങിലൊക്കെ ഇന്നസെൻ്റ് ആയാലും മോഹൻലാൽ ആയാലും പറയണതൊക്കെ ഞങ്ങൾ മാസം കൊടുക്കുന്ന എന്തോ ഇവരുടെ കൈനട്ട എന്തോ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാണ്ട് ഈ അമ്മ സംഘടന ഇത്രയും കോടികൾ പ്രതിഫലം പറ്റുന്ന സിനിമാ നടന്മാരാലും കൈനീട്ടം സിനിമാ നടന്മാരാലും നടികളാലും നടത്തുന്ന ഈ അമ്മ എന്ന സംഘടന സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചേരി നിവാരണമോ ഒരു ചേരി പുനരുദ്ധാരണമോ നടത്തിയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഞാൻ അറിയാത്തതാണെങ്കിൽ ഇവിടെ അവരെ അനുകൂലിച്ച് സംസാരിക്കുന്നവർക്ക് പറയാം. ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തിക്കൊണ്ട് ഒരു 100 പേർക്ക് കണ്ണോപ്പറേഷൻ നടത്താനോ ഒരു ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് വർഷത്തിലൊരിക്കൽ ഇത്ര സഹായം നൽകാനോ ഇവർ നൽകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പണാധിപത്യത്തിൻ്റെ മുകളിൽ ഞങ്ങൾ വലിയവരാണെന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇവർ കാണിക്കുന്ന വ്യഗ്രതയ്ക്കപ്പുറം ഈ അമ്മ എന്ന സംഘടന എന്ത് ചെയ്തു? ശ്രീ ബലദേവ്, ഞാനൊരു കാര്യം അങ്ങയോട് ചോദിക്കുകയാണ്. അങ്ങ് പ്രശസ്തനായ അഭിഭാഷകനാണ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ഒരു വേശ്യയ്ക്ക് ഇവിടെ പരാതിപ്പെടാൻ അർഹതയില്ലേ സാർ? ഒരു വേശ്യയ്ക്ക് തനിക്ക് അയച്ച ഒന്നുമില്ലെങ്കിൽ ഞാൻ വേശ്യാവൃത്തിക്ക് പോയപ്പോൾ എനിക്ക് അവർ പണം തന്നില്ല എന്ന് പറയാനുള്ള അവകാശമില്ലേ? ഇപ്പം ജയിലിൽ കൊലപാതക കേസിൽ 1-ാം പ്രതിയെ കോടതി ശിക്ഷിക്കുന്നു ജീവപര്യന്തത്തിന്. അവിടെ വെച്ച് അയാളെ കൊല്ലാൻ ശ്രമിക്കുന്ന മറ്റുള്ളവർക്കെതിരെ പരാതിപ്പെടാനായ ആ കൊലപാതകയ്ക്ക് അർഹതയുള്ള നിയമമുള്ളൊരു രാജ്യമല്ലേ നമ്മുടെ? അപ്പോൾ ഈ വേശ്യകൾക്ക് ഇത്തരത്തിൽ പരാതിപ്പെടാൻ, അവർ വേശ്യകളായിപ്പോയി എന്നുള്ളത് കൊണ്ട് അവർക്ക് പരാതിപ്പെടാൻ അർഹതയില്ല എന്ന് പറയരുത്. എന്ന് മാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന ന്യായം, നിങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഈ ന്യായമുണ്ടല്ലോ, എന്തായത് മുകേഷ് രാജിവെക്കേണ്ടതില്ല, കേവലം കുറ്റാരോപിതനാണ് മുകേഷ്, തെറ്റേ കോടതി ബോധ്യപ്പെട്ട് കോടതി ശിക്ഷിക്കട്ടെ. ഈ ആനുകൂല്യം നിങ്ങൾ 2015 ഒക്ടോബർ മാസത്തിൽ ഇപ്പോൾ നിങ്ങൾ മടിയിൽ വെച്ച്, ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ആയതുകൊണ്ടാണ് നിങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ മടിയിൽ വെച്ച് താലോലിക്കുന്ന നമ്മുടെ ഗണേഷിന് 2015 ഒക്ടോബറിൽ എന്തുകൊണ്ട് കൊടുത്തില്ല? 2015 ഒക്ടോബറിൽ ഒരു സന്ധ്യയ്ക്ക് ഈ യാമിനി തങ്കച്ചി എന്ന് പറയുന്ന ഈ ഗണേഷിൻ്റെ ഭാര്യ ഉമ്മൻചാണ്ടിയുടെ മുറിയിലേക്ക് കടന്നു ചെല്ലുന്നു. അവർ അവിടെ നിന്ന് പുറത്തേക്ക് പോയി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ഗണേഷിനെ അകത്തേക്ക് വിളിക്കുന്നു. അവിടെ നിന്ന് രാജി എഴുതി മേടിച്ചൊരു മുഖ്യമന്ത്രിയുള്ള സംസ്ഥാനമാണ് കേരളം. രാജി വെച്ചിട്ടാണ് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുത്തിയത്. അന്ന് നിങ്ങൾ പാതിരാത്രി എന്തിനു വേണ്ടിയിട്ട് ഇയാളുടെ രാജിക്ക് വേണ്ടി 2015 ഒക്ടോബർ 14 പാതിരാത്രി എത്ര സ്ഥലത്ത് പന്തം കൊളുത്തി പ്രകടനം നടത്തി? സ്ത്രീലമ്പടനായ, ഇതിലത്തെ മുദ്രാവാക്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, സ്ത്രീലമ്പടനായ ഭാര്യയെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഗണേഷ് രാജിവെക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഗണേഷ് കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ടാണോ ഈ മുദ്രാവാക്യം വിളിച്ചിട്ട് അയാളുടെ രാജിക്ക് പ്രേരണ നൽകിക്കൊണ്ട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന സത്യസന്ധനായ ജനപ്രിയനായ മുഖ്യമന്ത്രിയെ രാജി എഴുതി മേടിച്ചത്? അപ്പോൾ ഈ ആനുകൂല്യം മുകേഷിന് വേണ്ട. മുകേഷിൻ്റെ ആരോപണം എത്ര വേണമെങ്കിലും വരട്ടെ, കോടതി പറഞ്ഞിട്ട് നമ്മുടെ കോടതിയുടെ നിലപാട് എന്നേക്കാൾ കൂടുതൽ അറിയുന്ന അങ്ങക്ക് അറിയില്ല. ഈ മുകേഷിനെതിരായിട്ടുള്ള കുറ്റം തെളിയിക്കാൻ ചുരുങ്ങിയത് 10 വർഷമാവില്ലേ? ആ 10 വർഷത്തേക്ക് അയാൾ കൊല്ലത്തുകാരുടെ MLA അല്ലാതായി മാറില്ലേ? അപ്പോൾ പിന്നെ ഇപ്പോൾ
അദ്ദേഹം ഈ ജനപ്രതിനിധിയായിരിക്കുന്നത് നമ്മുടെ കേരള സമൂഹത്തിന് ഒരു മാതൃകയാണോ എന്ന് ചോദിച്ചതുകൊണ്ടാണ് ഈ മുകേഷിൻ്റെ രാജി ജനങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അമ്മ സംഘടന രോഹിണി വളരെയേറെ മാറേണ്ടതുണ്ട്. ഇത് കേവലം ഈ കൈനീട്ടം കൊടുക്കുന്ന ഒരു സംഘടനയായിട്ടും ഈ കൊല്ലത്തിലൊരിക്കലും അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട നമ്മൾ പറയില്ലേ ആളുകൾക്ക് വേണ്ടിയിട്ടും സ്റ്റേജ് ഷോ നടത്തി കൊടുക്കുന്ന ഒരു സംഘടനയായിട്ടും അതപ്പതിക്കേണ്ട ഒന്നല്ല. ആ സംഘടനയ്ക്ക് കീഴിലുള്ള സ്ത്രീകളെ ചിറകിൽ ഒതുക്കിക്കൊണ്ട് അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നവർ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതിനെ ഒട്ടും വൈകിപ്പിക്കരുത് എന്നാണ് ഞങ്ങളെപ്പോലുള്ള സാമൂഹ്യ നിരീക്ഷകർക്ക് പറയാനുള്ളത്. അതെ.